ഒരു എക്സ്പീരിയൻസ്. ഇപ്പൊ ഞാൻ ഒരു 4-5 പേരെ പരിചയപ്പെട്ടതില് ആലപ്പുഴയിൽ നിന്ന് വന്നതൊക്കെ പക്ക വെടികളാ. ഷെബീന ബീവിയുടെ സുഹൃത്താണെന്ന് നിങ്ങൾ പറയുന്നു. ആലപ്പുഴക്കാരിയായ മഞ്ജു ആന്റണിയും എങ്കിൽ ആലപ്പുഴയിലുള്ള മറ്റു സ്ത്രീകളും കാണും. ആ കൂട്ടത്തിൽ എല്ലാ സ്ത്രീകളെയും കൂട്ടരുത്. നല്ല അമ്മമാര്, നല്ല പെങ്ങന്മാര്, നല്ല സഹോദരന്മാര്, എനിക്കറിയാവുന്ന സ്ത്രീകളൊക്കെ നല്ല സ്ത്രീകൾ തന്നെയാണ്. ആലപ്പുഴയിലുള്ള സ്ത്രീകളെല്ലാം വെടികളാണെന്ന് പറഞ്ഞ ആ നാവ് കൊണ്ട് തന്നെ, ഷെബീനയുടെ ആ നാവ് കൊണ്ട് തന്നെ അത് ഞാൻ തിരുത്തി പറയിപ്പിക്കും. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ അനിൽ ചന്തോശ്ര. ആദ്യം തന്നെ നമുക്ക് മഞ്ജു ആന്റണി എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന്റെ വീഡിയോ കാണാം. അതിനുശേഷം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ജാൻമണി എല്ലാവർക്കും അറിയാം. ജാൻമണി ഇപ്പോൾ പുലിവാലി പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ അപമാനിച്ച് ഒരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ജു ആന്റണി പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. ഇതിന്റെ കൂടുതലായിട്ട് ഞാൻ ആ വീഡിയോ വെക്കുന്നില്ല. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ജാൻമണിയെ അനുകൂലിച്ചുള്ള ഒരു വീഡിയോ അല്ല. ശരിക്കും ജാൻമണി ചെയ്ത തെറ്റിനെ വിമർശിച്ച് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്ത തെറ്റിന് ആരായാലും ശിക്ഷ വാങ്ങിയത് തന്നെ വേണം. ഈ മഞ്ജു ആന്റണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഷെബീന ബീബി. ഷെബീന ബീബിയുടെ കയ്യിൽ കിട്ടുന്ന കണ്ടന്റുകളെയാണ് ഇവർ വീതിച്ചെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത്. അവരവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ വിമർശന വീഡിയോകളാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. ആ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും അത് മനസ്സിലാകാറുമുണ്ട്. മഞ്ജു ആന്റണിയോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. നിങ്ങൾ തമ്മിലുണ്ടായ സൗഹൃദങ്ങൾക്ക് ശേഷം എപ്പോഴോ ഷെബീന ബീവിയുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നു. ആ ലൈവിൽ അവർ പറയുന്നുണ്ട്, എന്റെ സൗഹൃദങ്ങൾ എനിക്ക് കിട്ടിയതിൽ ആലപ്പുഴയിൽ നിന്നുള്ള സൗഹൃദത്തിൽ കൂടുതലും വെടികളാണെന്ന്. ആലപ്പുഴക്കാരിയായ നിങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിയേക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഞ്ജു ആന്റണി ഒന്നും മനസ്സിലാക്കണം. നിങ്ങളുടെ സുഹൃത്താണ് ഷെബീന ബീബി. നിങ്ങളെപ്പോലുള്ള കുറച്ച് സ്ത്രീകളെ അവർക്ക് സൗഹൃദം കിട്ടിയെന്നും പറഞ്ഞ് എല്ലാ ആലപ്പുഴയിലെ സ്ത്രീകളും വെടികളല്ല. നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊല്ലാൻ ചാവേറാകാൻ പോലും തയ്യാറാണെന്ന് ഷെബീന ബീബി പരാമർശിക്കുകയും അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് നരേന്ദ്രമോദിയെ മാധ്യമത്തിലൂടെ വിമർശിക്കുകയും ചെയ്ത ഈ സ്ത്രീക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാത്ത നിങ്ങൾക്ക് ജാൻമണിയെ വിമർശിക്കാൻ എന്താണ് സ്ത്രീയെ അവകാശം? സ്വന്തം നാട്ടിലെ സ്ത്രീകളെ മോശമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വായിൽ എന്റെ നാട്ടിലെ സ്ത്രീകളെല്ലാം വെടികളാണെന്ന് പറഞ്ഞ് ഇവരെ ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവർക്കെതിരെ നിയമ നടപടിയായി ഞാൻ പോവുക തന്നെ ചെയ്യും. പക്ഷെ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ ജാൻമണിക്കെതിരെ സംസാരിക്കുമ്പോൾ അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? സ്ത്രീയെ അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? പക്ഷെ സ്വന്തം നാട്ടുകാരെ, സ്വന്തം സമൂഹത്തെ അപമാനിച്ചിട്ട് പോലും സൗഹൃദമാണെന്ന് പറഞ്ഞ് നിങ്ങളെ ലജ്ജ തോന്നുന്നു. ലജ്ജ. ഞാനും ഒരു ആലപ്പുഴക്കാരനാണ്. സത്യത്തിൽ നിങ്ങളോട് എനിക്ക് ലജ്ജ മാത്രമാണുള്ളത്. 2 കാലിലും മന്തുള്ള നിങ്ങൾക്ക് ഒറ്റക്കാലിൽ മന്തുള്ള ഒരാളെ വിമർശിക്കാനുള്ള അവകാശമില്ല സ്ത്രീയെ. ശരിയാണ്, എന്റെ നാട്ടുകാരെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിന് പ്രതികരിക്കുക തന്നെ ചെയ്യും. അപ്പൊ എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരോടും സ്നേഹം മാത്രം. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായി എഴുതുക.